വെൽക്കം ബാക്ക് ടു ലേണിനോ ജോബ് അപ്ഡേറ്റ്സ്. സോ നമ്മുടെ കേന്ദ്ര തപാൽ വകുപ്പിൽ ഗ്രാമീൺ ഡാക് സേവകിന്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. 44,228 ഒഴിവുകളാണുള്ളത്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. സോ ഗ്രാമീൺ ഡാക് സേവക് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് 15/7/2024 മുതൽ നമുക്ക് 5/8/2024 വരെ, അതായത് ഓഗസ്റ്റ് 5 വരെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിൽ നമുക്ക് എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ വേക്കൻസീസ് ആണ് 44,228 പറഞ്ഞത്. അപ്പോൾ മാഹി, ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന കേരള സർക്കിളിൽ 2,433 ഒഴിവുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഓരോ കാറ്റഗറി തിരിച്ചുള്ള ഒഴിവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാറ്റഗറി തിരിച്ച് നമുക്ക് ഓരോന്നിലും എത്ര ഒഴിവുണ്ട് എന്നുള്ളത് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എത്രയാണ് അതിൽ സാലറി പാക്കേജ് വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ താഴെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10th ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. സോ 10th ക്വാളിഫിക്കേഷൻ വേണം. പിന്നെ അത് കൂടാതെ നമ്മൾ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അത് ഓൾറെഡി 10th ലെവൽ പഠിച്ചു കഴിഞ്ഞവർക്ക് ലോക്കൽ ലാംഗ്വേജ് പരിജ്ഞാനം ഉണ്ടാവും. അപ്പോൾ ആ ലോക്കൽ ലാംഗ്വേജ് പരിജ്ഞാനം ഉള്ളവർക്കായിരിക്കും ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ അതർ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് നോളജ് ഓഫ് കമ്പ്യൂട്ടർ, നോളജ് ഓഫ് സൈക്ലിംഗ്, അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. സോ ഇത്രയും എലിജിബിൾ ആയിട്ടുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ദെൻ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഓരോ കാറ്റഗറി തിരിച്ച്. അപ്പോൾ SC/ST 5 വർഷം, OBC 3 വർഷം, അങ്ങനെ ഓരോ കാറ്റഗറിയിലും ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നോക്കിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അതിൽ 100 രൂപയാണ് അപേക്ഷാ ഫീ ആയിട്ട് പറയുന്നത്. അതിൽ സ്ത്രീകൾക്കും അതേപോലെ തന്നെ പട്ടിക വിഭാഗം, ഭിന്നശേഷിക്കാരും, ട്രാൻസ് വുമൺ അവർക്കൊന്നും ഫീസ് ഇല്ല. ബാക്കിയുള്ളവർ മാത്രമാണ് 100 രൂപ അടച്ച് ഫീ പേ ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. സോ എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാം. താങ്ക് യു.